ഹായ് ഗൈസ്. ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് ഇന്ന് പോയി പടം കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമുക്കൊരു എന്താ പറയുന്നത്, ഒന്നും ചിന്തിക്കാതെ പോയി കാണാൻ പറ്റുന്ന ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പടം. കുറച്ച് ഫണ്ണി എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ഷൻ, അടിപൊളി ആക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നടന്റെ ആ ഒരു ക്യാമിയോ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തിരുന്നത് തന്നെയാണ്. പക്ഷേ ആ ഒരു സീനൊക്കെ അടിപൊളിയായിരുന്നു. പടത്തിലെ കാസ്റ്റിംഗ് എല്ലാം സൂപ്പറായിരുന്നു. പടം സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്വൈത് നായർ എന്ന് പറയുന്ന ഡയറക്ടറാണ്. പുള്ളിക്കാരന്റെ ഫസ്റ്റ് പടമാണ്. അടിപൊളിയായിരുന്നു. അതായത് ആ ഒരു ഡയറക്ഷൻ എല്ലാം നല്ലതായിരുന്നു, സ്റ്റോറി ലൈൻ എല്ലാം നല്ലതായിരുന്നു. പിന്നെ നമ്മളിപ്പം നോർമലി നോക്കുകയാണെങ്കിൽ ദുൽഖർ അഭിനയിച്ച പടങ്ങളെക്കാട്ടിലും ദുൽഖറിന്റെ വേഫാറർ ഫിലിംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിലിം ആണെങ്കിൽ നമുക്ക് കാണാൻ കുറച്ചുകൂടെ ഇപ്പൊ ധൈര്യമാണ്. കാരണം അങ്ങനെയുള്ള പ്രൊജക്ട്സ് ആണ് അവര് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമാണ് പടം തന്നത്. പിന്നെ പടത്തിന്റെ സ്റ്റോറി എന്ന് നോക്കുകയാണെങ്കിൽ നമ്മള് കുഞ്ഞിലായിട്ട് കണ്ടു വളർന്ന WWE ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു സ്റ്റോറി ലൈൻ വെച്ച്, അതായത് നമ്മുടെ നാട്ടില് ലോക്കലായിട്ട് അങ്ങനെ ഒരു ഫൈറ്റ് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു മൂവിയാണ്. നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ പടത്തിന്റെ ആ ഒരു വൈബ് അടിപൊളിയായിരുന്നു. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു. അതെന്ന് വെച്ചാൽ ആക്ടേഴ്സ് എല്ലാം തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അവരുടെ എല്ലാം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. ഇപ്പം ഫൈറ്റ് സീൻസിലാണെങ്കിൽ പോലും നമുക്കൊരു എന്താ പറയുക, അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ അതിൽ ഫീൽ ചെയ്യാൻ പറ്റി. അതിൽ എടുത്തു പറയേണ്ടത് വൈശാഖ് നായരുടെ ആ ഒരു അഭിനയമാണ്. പുള്ളിക്കാരൻ ടോപ്പ് നോച്ചായിരുന്നു. പുള്ളിക്കാരൻ വില്ലൻ റോളാണെങ്കിൽ പോലും പുള്ളിക്കാരൻ ആ ഒരു, നമുക്ക് പുള്ളിയോട് ആ ഒരു വളരെ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു അഭിനയമായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തി കുറച്ചു നേരം വരെ ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പുള്ളിനെ അതുപോലെ വെറുക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരു ആക്ടിങ് ആയിരുന്നു പുള്ളിയുടെ. ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ പുള്ളിക്കൊരു ഹൈപ്പ് ഒക്കെ കൊടുക്കുന്ന കുറെ സീനൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ അർജുൻ അശോകന്റെ ആണെങ്കിലും നമ്മുടെ റോഷൻ മാത്യുവിന്റെ ആണെങ്കിലും ഇൻട്രോ സീൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. അവരുടെ കരിയറിൽ ഞാൻ നോക്കിയിട്ട് അർജുൻ അശോകൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇൻട്രോ സീൻ കിട്ടിയത് അജഗജാന്തരത്തിലാണ്, ആ ഒരു BGM ഒക്കെ ആയിട്ട്. ഇതിലെ ഇൻട്രോ അടിപൊളിയായിട്ടായിരുന്നു. നല്ല തിയേറ്ററിൽ എല്ലാവരും നല്ല ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ലപോലെ ഓളം വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ഈ പടം എൻജോയ് ചെയ്തതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു കൂട്ടം ഓഡിയൻസിന്റെ കൂടെയാണ് ഞാൻ ഈ പടം കണ്ടത്. ആരും തന്നെ പടത്തിനെ എന്താ പറയുന്ന ഒരു സീൻ പോലും കൈയടിക്കാതെയോ അല്ലെങ്കിൽ ഓളം വെക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാ സീനിലും ഓളം വെച്ച്, എന്റെ അടുത്തിരുന്ന ഒരു ചേച്ചിയൊക്കെ ഫുൾ എല്ലാ സീനിലും വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓളം വെച്ച് ഞങ്ങൾ കണ്ടത്. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, നമ്മളൊരു സിനിമ ഇപ്പം ലെറ്റ്സ് ഇപ്പൊ ഒരു സിനിമ നമ്മൾ കാണുന്നത് ഒരു ആവറേജ് ആണെങ്കിൽ പോലും നമ്മൾ നല്ലൊരു ഓഡിയൻസിന്റെ കൂടെയാണ് കാണുന്നതെങ്കിൽ ആ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ആ സിനിമ ഇഷ്ടപ്പെടും. സോ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സിനിമകളുണ്ട്. അതായത് മറ്റുള്ളവരെല്ലാം കണ്ടിട്ട് ആവറേജ് എന്ന് പറഞ്ഞിട്ടും ഞാൻ നല്ല കുറച്ച് ഓഡിയൻസിന്റെ കൂടെ ആ പടം കണ്ടതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കുറെ സിനിമകളുണ്ട്. ആ കൂട്ടത്തില് ലെറ്റ്സ് ഈ പടം, ഇതിന്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം എബോവ് ആവറേജ് ആണെങ്കിൽ പോലും ഈ പടം എനിക്കിപ്പോ ഇതിന്റെ ഈ ഇഷ്ടപ്പെടാനുള്ള കാരണത്തിന്റെ മെയിൻ റീസൺ അതാണ്. നല്ലൊരു കൂട്ടം ഓഡിയൻസിന്റെ കൂടെയാണ് പടം കണ്ടത്. പിന്നെ പറയാനാണെങ്കിൽ പടത്തിന്റെ ക്ലൈമാക്സ് ലോട്ട് അടുക്കുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ തന്നെ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട് മമ്മൂക്ക ആണ് ക്യാമിയോ ആയിട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ആനിമേഷനിലെല്ലാം കാണിക്കുന്നു. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു എൻട്രി ഉണ്ട്. പക്ഷെ എൻട്രി കൊടുത്ത ആ ക്യാരക്ടറിന് കൊടുത്തൊരു ഹൈപ്പിനോട് നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാകാം അത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എന്നാൽ പോലും നമുക്ക് വളരെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. ബട്ട് ഇറ്റ് വാസ് നോട്ട് ടോപ്പ് നോച്ച്. കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു. എന്തോ ആ ഒരു ഡയലോഗ് ഡെലിവറി ആണോ എന്തോ എന്തിലോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. പക്ഷെ എങ്കിൽ പോലും ആ ക്യാരക്ടറിന് ഒരു നല്ലൊരു കോർ ഉണ്ടായിരുന്നു ഫിലിമിൽ. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പോയി. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ റോസമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഷൻ മാത്യുവിന്റെ മോളായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ അഭിനയം അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ടുള്ള അഭിനയമായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു പുള്ളി. കുട്ടീനെ കാണിക്കുന്ന എല്ലാ സീനിലും നമ്മളിങ്ങനെ നമ്മൾ വളരെ എൻജോയ് ചെയ്ത് കാണും. ഓവർ ആക്ടിങ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നുമില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പൊ മാർക്കോ സിനിമയിൽ ഉണ്ണിമൂന്നന്റെ അനിയനായിട്ട് അഭിനയിച്ച ആ ഒരു പുള്ളിക്കാരൻ പടത്തിലുണ്ടായിരുന്നു. പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡയലോഗ് ഡെലിവറീസ് കണ്ടപ്പോൾ ഞാൻ ഇത് പുള്ളി കുറച്ച് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ എന്നൊരു തോന്നൽ വന്നു. പക്ഷെ ഇന്റർവെല്ലോട്ടൊക്കെ അടുക്കുമ്പോൾ പുള്ളിക്കൊരു ഹൈപ്പ് കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പം പിന്നെ പടത്തിൽ ഫുള്ള് പുള്ളി അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്.
എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ പോയിരുന്ന് കാണാൻ പറ്റി നല്ലപോലെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. നല്ല കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയിരുന്ന് കാണുകയാണെങ്കിൽ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യും. ഇറ്റ് വാസ് വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ്. ഇതിനു മുമ്പ് ഇറങ്ങിയ ഇപ്പം ഇതുപോലെയുള്ളൊരു ഫൈറ്റ് കോൺസെപ്റ്റിൽ ഇറങ്ങിയ ഒരു പടം വെച്ച് നോക്കുമ്പോൾ ഇപ്പം ദാവീദൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടതാണ്. ഇപ്പൊ പെപ്പയോടുള്ള ഒരു വിശ്വാസം കൊണ്ട് ദാവീദൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടതാണ്. പക്ഷെ ആ ഒരു കോൺസെപ്റ്റിനോട്ട് ഒരു നീതി പുലർത്താൻ ആ പടത്തിനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ ഈ പടം ഇതിന് എന്ത് കൺസെപ്റ്റാണ് അവർ ഉദ്ദേശിച്ചത് ആ കൺസെപ്റ്റിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയാനാണെങ്കിൽ പടത്തിലെ സോങ്സ് ആക്ച്വലി ചെയ്തിരിക്കുന്നത് ശങ്കർ എസർ ലോയാണ്. അദ്ദേഹം ലൈക്ക് നമ്മള് നോർമലി അദ്ദേഹത്തിന്റെ കുറെ ഹിന്ദി സോങ്സ് അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കാരന്റെ ഈ പടത്തിലുള്ള സോങ്സും ബിജിഎംസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ സ്കോർ ചെയ്തേക്കുന്നത് മുജീബ് മജീദാണ്. അതും അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പടത്തിന്റെ ഇതിനെ കുറിച്ചാണ്, അതായത് സ്ക്രീൻ പ്ലേയെ കുറിച്ചാണ്. സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്. സനൂപ് തൈക്കൂടമാണ് സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ. സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. പിന്നെ എഡിറ്റിങ്ങും മെയിൻ ഒരു സംഭവമാണ്. ആ പടത്തിന്റെ ആ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോയ്ക്ക് എഡിറ്റിംഗ് നല്ലപോലെ ഗുണം ചെയ്തു. അത് പ്രവീൺ പപാകറാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അതും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ക്യാരക്ടേഴ്സിനുള്ള ഒരു കോമിക്കലായിട്ടുള്ള ആ ഒരു ഇൻട്രോസും അതുപോലെ ആ ഒരു ഹൈപ്പ് കൊടുക്കുന്ന സീനുകളെല്ലാം ഉണ്ട്. അതെല്ലാം നല്ലപോലെയാണ്. അവർ നമ്മളെ നല്ലപോലെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ WWE ലെജൻസിന്റെ ഒക്കെ മെൻഷൻസ്, അവരുടെയൊക്കെ ആ ഒരു അവരുടെയൊക്കെ പേരെടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ചോക്ക് സ്ലാം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, പിന്നെ ജോൺ സീനയുടെ യു കാൻ സീ മീ അതൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ആവേശം അത് വേറെ ലെവലായിരുന്നു. ഈ ഒരു കോൺസെപ്റ്റ് വേറെ ഒരു ഇന്ത്യയിലുള്ള വേറെ ഒരു ലാംഗ്വേജിലും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബോക്സിങ് അതുപോലെയുള്ള കോൺസെപ്റ്റ്സ് പല ലാംഗ്വേജിലും പല മൂവീസും വന്നിട്ടുണ്ട്. പക്ഷെ WWE എന്നുള്ളൊരു കോൺസെപ്റ്റിനെ വെച്ച് വന്ന ആദ്യമായിട്ടുള്ള ഒരു പടമാണെന്ന് തോന്നുന്നു. ഇത് നല്ലൊരു മൂവിയാണ്, ആരും മിസ് ചെയ്യരുത്. ഞാൻ ഈ പടത്തിന്റെ കുറെ നെഗറ്റീവ്സ് അവിടെ ഇവിടെയായിട്ട് കേട്ടു, എന്നാൽ പോലും ഐ കാണ്ട് എഗ്രി വിത്ത് ദാറ്റ്. ഇതൊരു നല്ല മൂവിയാണ്. എബോവ് ആവറേജ് എന്നല്ല, നല്ലൊരു ഹിറ്റ് ലെവലിലേക്കുള്ളൊരു പടമാണ്. ഇത് മിസ്സാക്കരുത്. നെഗറ്റീവ്സ് ഒന്നും കേട്ട് തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണിത്. പിന്നെ എൻജോയ് ദ മൂവി. പിന്നെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിനിമയായി കാണുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുക. ലൈക്ക് അതിനെക്കുറിച്ച് നല്ല പടമാണെങ്കിൽ നെഗറ്റീവ്സ് പറയാതിരിക്കുക. പിന്നെ തിയേറ്ററിൽ അച്ചടക്കം പാലിക്കുക, ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ സിനിമ കാണാൻ ശ്രമിക്കുക. സോ എൻജോയ് ദ ആർട്ട്. ആ ഒരു ലൈക്ക് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. So and subscribe to my channel if you like these videos and show some love in the form of likes and comments. Thank you.